Hello everyone, welcome back to my YouTube channel. നമ്മൾ പ്ലസ് വണ്ണിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. 2026ടെയും 2025ടെയും ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2024 മുതൽ തുടങ്ങാം. ഇവിടെ ആറാമത്തെ ചോദ്യമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം പറഞ്ഞേക്കുന്നത് ആൻസർ ദി ഫോളോയിങ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്താണ്? എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും എ കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എയിലും എ കോംപ്ലിമെൻറ്റിലും ഒരിക്കലും കോമൺ ആയിട്ട് ആരും ഉണ്ടാകില്ല. അവരുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഈ ഒരു ചോദ്യം പല വർഷങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 ആൻഡ് എ ഇസ് ഈക്വൽ ടു 2 3 4, ബി ഇസ് ഈക്വൽ ടു 2 3 4 6, then verify A intersection B whole complement equal to A complement union B complement. അതായത് ഡി മോർഗൻസ് ലോ അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പം നമ്മൾ മൂന്നാമത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് അല്ലേ. ഈ 3 വർഷങ്ങളിലും എന്താണ് കോമൺ ആയിട്ട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. സോ നമ്മളുടെ യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 ആണ്. എ ഈക്വൽ ടു 2 3 4. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇവിടെ ആദ്യം ബ്രാക്കറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യം നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളുകൾ. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആൾ ആരാണ്? 2 3 4 രണ്ടിലും കോമൺ ആയിട്ടില്ലേ? സോ 2 3 4 ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നമ്മളുടെ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, അതായത് യുവിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്നത് അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി 2 3 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? യുവിൽ നിന്ന് കട്ട് ചെയ്യുക. 2 3 4 കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? നമുക്ക് സെറ്റ് 1 5 6 എന്ന ഉത്തരം വന്നു. ദെൻ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, അവരുടെ യൂണിയൻ എടുക്കണം. സോ നമ്മളുടെ LHS എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1 5 6, സെറ്റ് 1 5 6 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യം എ കോംപ്ലിമെൻറ്റ് എടുത്തു നോക്കാം. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? യുവിൽ നിന്ന് എന്തിനെ കട്ട് ചെയ്യുക? യുവിൽ നിന്ന് എയിലെ എലമെൻറ്റുകളെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യുവിൽ നിന്ന് എയിലെ എലമെൻറ്റുകളെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ വരും? 2 3 4 കട്ടായി പോവും. ബാക്കി ആരാ വന്നത്? 1 5 6 ആണ് വന്നത് അല്ലേ. 1 5 6 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി ബി കോംപ്ലിമെൻ്റ് എടുക്കാം. ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലെ എലമെൻറ്റുകളെ കട്ട് ചെയ്ത് കളയുക. ബിയിലെ എലമെൻറ്റുകളെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 4 6 കട്ട് ചെയ്ത് കളയുക. ബാക്കി ആരാ വന്നത്? 1 5 വന്നു. 1 5 ആണ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരാണ്? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതാണ് നമ്മളുടെ RHS. സോ RHS ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് 1 5 6 ആണ്. ബി രണ്ടുകൂടെ യൂണിയൻ എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 1 5 6 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? LHS ഈക്വൽ ടു RHS എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് 7ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഞാനിവിടെ ഒന്ന് റബ്ബ് ചെയ്ത് കളയുന്നുണ്ടേ. 7ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 7ാമത്തെ ചോദ്യം, ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് സച്ച് ദാറ്റ് എ ഈസ് ദി സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, എ എന്ന് പറയുന്നത് ബീൻ്റെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ആരായിരിക്കും? എ യൂണിയൻ ബി എന്ന് പറയുന്നത് ആരായിരിക്കും? എ എന്ന് പറയുന്നത് ബീൻ്റെ സബ്സെറ്റാണ്. രണ്ടിൻ്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്? ബി എ എന്ന് പറയുന്ന സെറ്റായിരിക്കും. ഒരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം ഞാൻ. നമുക്ക് സെറ്റ് എ എന്ന് പറയുന്നത് 1 2 ആണ്. അത് ബി എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റാണ്. ബി എടുക്കുക. ബി എന്ന് പറയുന്നത് 1 2 3 ആണെന്ന് വിചാരിക്കാം. ഇവരുടെ രണ്ടുപേരുടെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 2 3 അല്ലേ, ഈക്വൽ ടു ബി അല്ലേ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വരാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ എക്സാമ്പിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ആദ്യം പറഞ്ഞ 6ാമത്തെ ക്വസ്റ്റ്യനിൽ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു യു എടുക്കുക, നിങ്ങൾ തന്നെ ഒരു എ ഉണ്ടാക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് എയും എ കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ ഇൻ്റർസെക്ഷൻ എടുത്ത് നോക്കുക.
അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ ഇട്ടിട്ടും സോൾവ് ചെയ്യാം കേട്ടോ. തീരെ അറിയില്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇതുപോലെ എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, if A and B are two sets such that A is the subset of B, then A union B equal to B ആണ്. Then write the set of all x such that x is a positive integer and x square less than 40 in the roster form. നമ്മളോട് പറഞ്ഞേക്കുന്നത് x ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. എക്സിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? അത് 40-ൽ താഴെയാണ് വരുന്നത്. അപ്പോൾ 40-ൽ താഴെ സ്ക്വയർ വരുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. 1ൻ്റെ സ്ക്വയർ എടുത്താൽ എന്താണ്? അത് 1 ആണ്. 2ൻ്റെ സ്ക്വയർ എടുത്താൽ അത് 4 ആണ്. ഇറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ 40 ആണ്. ദെൻ 3ൻ്റെ സ്ക്വയർ എടുത്താൽ 9, അതും ലെസ് ദാൻ 40 ആണ്. 4ൻ്റെ സ്ക്വയർ എടുത്താൽ 16, അത് ലെസ് ദാൻ 40 ആണ്. 5ൻ്റെ സ്ക്വയർ എടുത്താൽ 25, അതും ലെസ് ദാൻ 40 ആണ്. ദെൻ 6ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 36, അതും ലെസ് ദാൻ 40 ആണ്. ഇനി 7ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? അത് 49 ആണ് വരുന്നത്. അത് ഗ്രേറ്റർ ദാൻ 40 ആണ്. സോ നമ്മുടെ സെറ്റിൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 1, 2, 9, 16, 25, 36 ആണ്. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് വരും? ഇത് ഒബേ ചെയ്യത്തില്ല. ഓക്കെ, അപ്പം നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് 1, 2, 9, 16, 25, 1, 2 അല്ല കേട്ടോ, 1, 4 ആണേ. എക്സ്ട്രീംലി സോറി, 1, 4 ആണ്. 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ, 4, 2ൻ്റെ സ്ക്വയർ 4, 1, 4, 9, 16, 25, 36. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 2. സെറ്റ് 2ൻ്റെ സബ്സെറ്റുകൾ എഴുതാം. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, സെറ്റ് 2 തന്നെ ഒരു സബ്സെറ്റാണ്. ദെൻ എന്താണ്? ആകെ ഒറ്റ എലമെൻ്റേ ഉള്ളൂ. അടുത്തൊരാൾ വരുന്നത് ആരാണ്? 5 മാത്രമാണ്. ഓക്കെ, സെറ്റ് 2, 5 ആണ് അവിടുത്തെ ആരെന്ന് പറയുന്നത്? സബ്സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 2⁻1 നമ്പർ ഓഫ് സബ്സെറ്റിനെ പിടിക്കാൻ 2⁻1 അത് എത്രയാണ്? 2 ആണ് വരുന്നുള്ളൂ. ക്ലിയർ ആണോ? ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Let u is equal to 1, 2, 3, 4, 5, 6, a is equal to 2, 3 and b is equal to 3, 4, 5. Find a union b. A union b കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. A union b എന്ന് പറയുന്നത് എയിലും ബിയിലുമുള്ള അംഗങ്ങൾ 2, 3, 4, 5. ഇതാണ് A union b. അടുത്തത് എന്താ പറഞ്ഞപ്പോൾ ഒരു മാർക്കിൻ്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് എ കോംപ്ലിമെൻ്റ് ആൻഡും ബി കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെൻ്റ് എന്താണ്? യുവിൽ നിന്ന് എനെ മൈനസ് ചെയ്യാം. യുവിൽ നിന്ന് എ പോയി കഴിയുമ്പോൾ എന്താണ്? 2ഉം 3ഉം കളയാം അല്ലേ? 2ഉം 3ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ 1, 4, 5, 6. ദെൻ ബി കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരിക? 3, 4, 5നെ കട്ട് ചെയ്യാം. 3, 4, 5നെ കട്ട് ചെയ്യാം. 2 ഉണ്ട് കേട്ടോ, 2നെ കട്ട് ചെയ്തേക്കുന്നതല്ല. 2 അപ്പോൾ അവിടെ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോഴേക്കും 1, 2, 6 ഇത്രയും പേരാണ് ബി കോംപ്ലിമെൻറ്റിൽ വരുന്നത്. ദെൻ അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെരിഫൈ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എഗെയിൻ നമ്മൾ ചെയ്തിട്ടുള്ള സെയിം സാധനം തന്നെയാണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്താണ്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം നമുക്ക്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് LHS ഈക്വൽ ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബീനെ ഇവിടെ നിന്ന് മൈനസ് ചെയ്യാം, യുവിൽ നിന്ന് മൈനസ് ചെയ്ത് കളയാം. ഞാൻ ഇതിവിടെ റബ്ബ് ചെയ്ത് കളയാം. അപ്പോൾ എന്ത് വരും ഇവിടെ? 2, 3, 4, 5 കട്ടാവും. 2, 3, 4, 5 കട്ടാവും. ആൻസർ എന്ത് വന്നു? 1,6 വന്നു. ഇതാണ് LHS. ദെൻ നമുക്ക് RHS കണ്ടുപിടിക്കാം. RHS എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ട് ആ കോമൺ ആയിട്ട് ആരാളുള്ളത്? ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. വേറെ ആരും കോമൺ ആയിട്ടില്ല. അതാരാണ്? സെറ്റ് 1,6 ആണ് RHS വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽ ടു RHS എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അഡീഷണൽ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 2023 മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് വന്നേക്കുന്നത് കണ്ടോ? 2022 ചോദ്യമായത് റിപ്പീറ്റ് അടിച്ച് വന്നേക്കുന്നത്. ഇഫ് എ ഈസ് എനി സെറ്റ് ദെൻ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ആരാണ്? ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. അത് 5 ആണ്. ഇത് ഈ ക്വസ്റ്റ്യനൊക്കെ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ അടുത്ത് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. 3നെക്കാട്ടിലും കുറവുള്ള നാച്ചുറൽ നമ്പർ ആരാണ്? ആരൊക്കെയാണ് അതിൽ വരുന്നത്? 1, 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2 ആണ്. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ. എയുടെ സബ്സെറ്റ് എഴുതാം. അപ്പം ഞാൻ പറഞ്ഞ എന്താണ്? 1, 2 ആ സെറ്റ് തന്നെ അതിൻ്റെ സബ്സെറ്റാണ്. അടുത്തത് വരുന്നത് 5 ആണ്. ഈ ഓർഡറിൽ അങ്ങ് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറിപ്പോകത്തില്ല കേട്ടോ. അടുത്തതിന് ഓരോന്ന് വീതമുള്ളവരെ പെറുക്കി എഴുതാം. 1 ദെൻ സെറ്റ് ഇവിടെ കോമയില്ല. ദെൻ സെറ്റ് 2
ഈ 4 പേര് 2 ആകെ 2 എലമെൻ്റ് അല്ലേ ഉള്ളത്, അപ്പോൾ 2⁻². 4 സബ്സെറ്റാണ് വരുന്നത്. സോറി 4 സബ്സെറ്റുകളാണ് വരുന്നത്. സെറ്റ് 1,2, സെറ്റ് 5, സെറ്റ് 1, സെറ്റ് 2. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which one of the following is equal to set of all x such that x element of r, -4 less than x less than or equal to 5. ഓക്കെ, സോ ഇതെങ്ങനെ എഴുതാം നമുക്ക്? ഇത് നമ്മൾ ഇൻ്റർവെൽ അനുസരിച്ച് എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ -4 ലെസ് ദാൻ ആയിട്ടിട്ടുള്ളൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടിട്ടില്ല. അപ്പോൾ -4ൻ്റെ അവിടെ എന്തായിരിക്കും? ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും, ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. 5ൻ്റെ അവിടെ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടിട്ടുണ്ട്, ഇത് 5 ഇൻക്ലൂഡഡ് ആണ്. ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? -4 ഇൻക്ലൂഡ് അല്ല, -4 കഴിഞ്ഞിട്ടുള്ള ആൾ, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. -4, എന്താണ് 5 എന്ന് പറയുമ്പോഴേ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോഴേക്കും എന്താണ്? അവിടെ 5 ഇൻക്ലൂഡ് ആണ്. അതിൻ്റെ അർത്ഥം അവിടെ നമ്മൾ എന്തിടണം? സ്ക്വയർ ബ്രാക്കറ്റ് ഇടണമെന്നാണ്. അപ്പോൾ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്? എ ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പൺ ബ്രാക്കറ്റ് -4, ക്ലോസ്ഡ് ബ്രാക്കറ്റ് 5. ഓക്കെ, സോ ഇതാണ് 10ൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ എഗെയിൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 11ാമത്തെ ചോദ്യം, u is equal to സെറ്റ് 1, 2, 3, 4, 5, 6, 7, a is equal to 2, 3, 4 and b is equal to 3, 4, 5. Then verify that a union b intersection a union b whole complement is equal to a complement intersection b complement. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം, കാരണം സെയിം മെത്തേഡിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഇത്രയാണ് 2022 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ചേക്കുന്ന സെറ്റ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സെറ്റ്സും റിലേഷൻസും നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് അതിൽ ക്ലബ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഹോംവർക്ക് തന്നേക്കുന്നത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.